നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവിടും എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ആശുപത്രി അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം റിനയിൽ ആശുപത്രിയിലാണ്. സംഭവ സ്ഥലത്തുണ്ടായൊരു ദൃക്സാക്ഷി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സംഭവ സ്ഥലത്തില്ലായിരുന്നു? അതെ ഞാൻ ഉണ്ടായിരുന്നു. എങ്ങനായിരുന്നു ഇത് MLA ഇവിടുന്ന് മേലേന്ന് നടന്നിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇതൊരു പ്രത്യേകം കിട്ടിയ സ്റ്റേജായിരുന്നു. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഗാലറിയിലാണ് ഇത് കെട്ടിയത്. അപ്പോൾ മേലേന്ന് ഇങ്ങനെ നടന്നിറങ്ങി വരുന്ന വഴിക്ക് ഫ്രണ്ട് റോയിലാണ് VIPs ഒക്കെ ഇരിക്കുന്നത്. MLAക്കൊക്കെയുള്ള സീറ്റ് ഉണ്ടായിരുന്നു. സീറ്റിൽ ഇരിക്കാൻ നോക്കുകയും ഇരിക്കുമ്പോൾ അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പം MLAക്ക് അവിടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ MLA മുന്നിലുള്ള ഈ റിബൺ കെട്ടിയ സ്റ്റിക്കിലേക്ക് എന്ത് ചെയ്യാണ്, കൈ കൊണ്ട് പിടിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്ക് ഇരിക്കുന്ന ഈ എഡ്ജിലാണ്. അപ്പോൾ സ്റ്റിക്ക് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് വീണ് MLA ശരിക്കും ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ വീഴല്ലേ ചെയ്ത് MLA കറങ്ങിയിട്ടാണ് വീണത്. ആ കറങ്ങി വീണതിൻ്റെ ഇതിൽ തലയടിച്ചിട്ടാണ് വീഴുന്നത്. തലയടിച്ച് വീണു, തല പൊട്ടി. അപ്പം MLA ആണ് വീണതെന്നുള്ള താഴെയുള്ള എനിക്ക് തോന്നുന്നു വേറെ ആരും വീണു ഒരാൾ, പക്ഷേ MLA ആണെന്നുള്ള എനിക്കാണ് മനസ്സിലായത്. ഞാൻ കാറി വിളിച്ച് അപ്പോഴത്തേക്കും വന്ന ആൾക്കാർ എടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് അതേപോലെ തന്നെ അവിടെ വഴിയിൽ പുറത്തോട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് പുറത്തോട്ട് നമ്മൾ വന്നു. പുറത്ത് വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കാറ് വിളിച്ചോണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴത്തേക്കും പോലീസുകാർ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു. MLAക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എടുക്കുന്ന സമയത്ത് വീണപ്പോൾ തന്നെ MLAയുടെ ബോധം പോയി. പിന്നെ അവർ ആംബുലൻസ് വന്നു. ആംബുലൻസിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്ന ആംബുലൻസാണ്. 102 ആംബുലൻസാണ് വന്നത്. ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ അപ്പോൾ തന്നെ ആംബുലൻസ് വരികയും അവിടെ പിന്നെ ആംബുലൻസ് വരികയും പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ പ്രോപ്പർലി നടന്നു. പക്ഷേ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ടും ഒരു സുരക്ഷയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമായിരുന്നു. അത് സ്റ്റേഡിയത്തിൽ അഡീഷണൽ ആയിട്ട് കെട്ടിയാണ്. സ്റ്റേഡിയത്തിന് അവിടെ ബാരിക്കേഡും ഗാലറി ബാരിക്കേഡൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കളി കാണാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു സാധനം അവരവിടെ ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. മുന്നിൽ ഇവർ 2 റോയിലാണ് ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ അതിൻ്റെ ഒരു കൺജഷൻ ആണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഇല്ല, ഈ സ്റ്റേജിന് മുന്നിൽ ബാരിക്കേഡ് ഒന്നുമില്ല. കാരണം ഈ റിബൺ കെട്ടുന്ന സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ റിബൺ കെട്ടാനുള്ള ഇതേപോലെ ഈ സെയിം സ്റ്റിക്ക് ഈ സാധനമാണ് ഉള്ളത്. ഇതിലാണ് എന്ത് ചെയ്യുന്നത്, MLA പോയി പിടിക്കുന്നത്. ഈ പിടിച്ചതിനകത്ത് അതിനെത്രയല്ലോ MLA പോലത്തെ ഒരാൾക്ക് അതിനകത്ത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അതുമായിട്ട് MLA കറങ്ങി താഴോട്ട് വീഴുക ചെയ്ത്. ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഷോക്കായിപ്പോയി. കാരണം MLA വീഴുകയും MLA അനക്കല്ലാണ്ടാകുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ മുന്നിൽ കാണുകയാണ്. അത് ഷോക്കാകുകയാണ് ചെയ്തത്. 20 അടി മേലേന്ന് MLAനെ പോലത്തെ ഒരു അത്ര ഏജ്ഡാണ് ആള്. പോരാത്തിന് ആള് കുറച്ച് തടിയൊക്കെ ഉള്ള ശരീരമാണ്. അപ്പം അങ്ങനെ വീണ് കഴിഞ്ഞത് അതിഭീകരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു ഉണ്ടായത്. ശരിക്ക് MLA കറങ്ങിയിട്ട് തലയുടെ പുറകാണ് എന്ത് ചെയ്തത്, നിലത്ത് വന്ന് അടിക്കുന്നത്. അങ്ങനെ മലന്ന് വീഴുക ചെയ്ത്. ആംബുലൻസിൽ കൊണ്ടുവന്നപ്പോഴൊന്നും ബോധമൊന്നുമില്ല. ആംബുലൻസ് കൊണ്ടുവരുമ്പോൾ MLAക്ക് ബോധമില്ല. എടുക്കുമ്പോഴൊന്നും ഒരു അനക്കം തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും.